തന്നെ, അത് മതിയല്ലോ, അതിനേക്കാളും വലിയ ശിക്ഷയില്ല. ഇത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പറഞ്ഞു, എനിക്ക് മരണത്തിന്റെ വേദന എന്താണെന്നൊന്ന് അറിയണം. മരണവേദന എന്താണെന്ന് മനസ്സിലാക്കിയ എനിക്കൊന്ന് ഒരുങ്ങിയിരിക്കാനാ, വേറൊന്നും കൊണ്ടല്ല, മരണത്തിന് വേണ്ടി ഒന്ന് തയ്യാറെടുത്തിരിക്കാനാ. നീ അള്ളാഹിനോടൊന്ന് ചോദിക്ക്. പടച്ചവനോട് ചോദിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു ഒന്ന് മരിപ്പിച്ചിട്ട് ജീവൻ തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ മരിച്ചു, ജീവൻ തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? വല്ലാത്ത കഠിനമാണ്. അത് കഴിഞ്ഞിട്ട് പറയാ എനിക്ക് നരകമൊന്ന് കാണണം, നരകമൊന്ന് കാണണം. അവസാനം അള്ളാഹു അനുവാദം കൊടുത്തു, നരകവും കാണിച്ചു. ഇത് കഴിഞ്ഞപ്പോ പറയാ ഇനി ഒരാഗ്രഹം കൂടെയുണ്ട്, സ്വർഗം കൂടെ കാണണം, സ്വർഗം കൂടെ കാണണം. അങ്ങനെ അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയെ സ്വർഗത്തിൽ കയറ്റി വിടുമ്പോ പറഞ്ഞു, നബിയെ പോയി കണ്ടിട്ട് എളുപ്പം ഇറങ്ങി വരണം കേട്ടോ, സമയമൊന്നുമില്ല, കേറി കണ്ടിട്ട് അവിടെ നിന്നേക്കരുത്, പെട്ടെന്ന് ഇറങ്ങി വരണം. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്നും തലയൊക്കെ ആട്ടിയിട്ട് വലിയ കാര്യത്തിൽ സ്വർഗത്തിൽ കയറിപ്പോയി. സ്വർഗത്തിൽ കയറിപ്പോയിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്ന് കാണാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുക. അസ്രായീൽ വെളിയിൽ കാത്തു നിൽക്കുക, ഈ ചങ്ങാതിയെ കാണുന്നില്ല. സ്വർഗത്തിൽ കയറിപ്പോയ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല. അങ്ങനെ അസ്രായീൽ കാത്തു നിന്നും മടുത്തു. അവസാനം അസ്രായീൽ വിളിച്ചു, ഇദ്രീസ് നബിയെ ഇറങ്ങി വാ. ഞാൻ വരൂല. സ്വഭാവം മാറി. ഇദ്രീസ് നബിയുടെ ഭയങ്കര ഐഡിയ ആയിരുന്നു. ഇദ്രീസ് നബി നമ്മളെ പോലെ നല്ല വല്ലാത്ത ബുദ്ധിയാ. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങി വരുന്നില്ല. അസ്രായീൽ പറഞ്ഞു, ഇങ്ങോട്ട് വാ നബിയെ. ഞാൻ വരൂല, ഞാൻ ഇതിനകത്ത് നിന്ന് വരൂല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്രായീലും ഇദ്രീസ് നബിയും തമ്മിൽ വാക്ക് തർക്കമായപ്പോ മധ്യസ്ഥനായിട്ട് ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. എന്താ പോയി ഇവരുടെ വിഷയം ഒന്ന് പരിഹരിക്ക്, മധ്യസ്ഥം വേണമല്ലോ. അപ്പൊ ഒരു മലക്കിറങ്ങി വന്നിട്ട് അസ്രായീലിനോട് കാര്യം ചോദിച്ചപ്പോ അസ്രായീൽ അലൈഹിസ്സലാം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ മലക്ക് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നബിയെ ഇതെന്ത് പണിയാ നബിയെ, ഇതെന്ത് പണിയാ നബിയെ, പോകണ്ടേ, ഇറങ്ങി പോകണ്ടേ, അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്ന്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കത്തുള്ളൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒരാള് ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ. 2 പ്രാവശ്യം മരിക്കോ? ഇല്ല. ജീവിതത്തിൽ ഒരിക്കലേ ഒരാൾ മരിക്കത്തുള്ളൂ. ഞാൻ മരണവേദന അറിഞ്ഞതാ, ഇനി എനിക്ക് പറ്റൂല. ഞാൻ മരണത്തിന്റെ വേദന അനുഭവിച്ചു, ഇനി ഒരു പ്രാവശ്യം കൂടെ അനുഭവിക്കാൻ എനിക്ക് പറ്റൂല. അള്ളയാ പറഞ്ഞേ ഒരിക്കലേ ഒരാൾ മരണത്തിന്റെ വേദന അനുഭവിക്കൂ എന്ന് പടച്ച റബ്ബ് പറഞ്ഞു. ഞാൻ അനുഭവിച്ചു. 2 അവിടെ നിന്ന് പറയുന്നു, ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വ ഇന്ന മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എല്ലാവരും നരകം കാണുമെന്ന്. ഓരോ മനുഷ്യനും നരകം കാണുമെന്ന് അല്ല പറഞ്ഞു. ഞാൻ കണ്ടു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകം കണ്ടു. അല്ലയാ പറഞ്ഞ കാണുമെന്ന് ഞാൻ കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, മൂന്നാമത്തെ കാര്യം, ലാ യമുസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. സ്വർഗ്ഗത്തിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹ് അവിടെ നിന്ന് ഇറക്കി വിടൂല. ഒരാൾ സ്വർഗ്ഗത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പടച്ചറപ്പ് അവിടെ നിന്ന് ഇറക്കി വിടൂല. അതുകൊണ്ട് ഇനി അല്ലാഹ് ഇറക്കി വിടാതെ ഞാൻ വരൂല. ഇനി അല്ലാഹു എന്നെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഞാൻ വരൂല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത്രേ, ബിഇദ്നി ദഖല ബിഅംരിഹി ഫഅല ഫഖറ. അവിടുന്ന് വിട്ടേക്കാൻ പറഞ്ഞു. എല്ലാം എന്റെ ഇഷ്ടപ്പെട്ട ഞാൻ തീരുമാനിച്ച പോലെ കാര്യം നടന്നത്. ആ പ്രവാചകൻ അവിടെ ജീവിക്കട്ടെ, വിട്ടേക്കാൻ പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചകൻ ഇത്രയും ഐഡിയ നടത്തിക്കൊണ്ട് തന്ത്രപരമായിട്ട് സ്വർഗത്തിൽ പോയിട്ട് ആ സ്വർഗം കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സ്വർഗം എന്താണെന്ന്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, ഈ സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ, ആ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാത്രക്കാരാണ് ഞാനും നിങ്ങളും. നമ്മളെല്ലാവരും ആ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തറവാടെന്ന് പറയുന്ന നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാൻ പടച്ചവനെ, മംഗലാപുരത്തിന്റെ പരിസരത്ത് വണ്ടിയും കാത്തു നിൽക്കുന്നവരാണ് നമ്മള്. പടച്ചവനെ, അല്ലാഹുവേ, ഏത്